ദുബായിലെ എന്നല്ല, UAE എന്നല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കാറ്ററിംഗ് കമ്പനികളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കമ്പനിയാണ് എമിറേറ്റ്സ് കാറ്ററിംഗ് കമ്പനി. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നായിട്ടുള്ള എമിറേറ്റ്സ് ഗ്രൂപ്പിൻ്റെ ഭാഗം തന്നെയാണ് ഈ ഒരു കമ്പനി. ദുബായ് കേന്ദ്രീകരിച്ചാണ് ഈ ഒരു കമ്പനി നിലകൊള്ളുന്നത്. എയർലൈൻസ്, അതായത് എമിറേറ്റ്സ് എയർലൈൻസ് ഉൾപ്പെടെ 100ഓളം എയർലൈൻസുകളിലേക്കാണ് അല്ലെങ്കിൽ ഫ്ലൈറ്റുകളിലേക്കാണ് ഈ ഒരു കമ്പനി ഫുഡ് സർവീസ് ചെയ്യുന്നത്. വലിയ തോതിലുള്ള ഫുഡ് പ്രൊഡക്ഷൻ, കാറ്ററിംഗ്, ഹോസ്പിറ്റാലിറ്റി, ലോജിസ്റ്റിക്സ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കമ്പനിയിൽ വിവിധ രാജ്യങ്ങളിലെ പൗരന്മാർ ഏകദേശം 10,000-ലധികം ജോലിക്കാരാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു വേക്കൻസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജൻസി സഹായമില്ലാതെ നിങ്ങൾക്ക് ജോലി നേടാൻ കഴിയുന്ന അവസരങ്ങളാണ്. അതായത് ഡയറക്റ്റ് കമ്പനി റിക്രൂട്ട്മെൻ്റ് ആണ്. ഇതിനിടയിൽ ഒരു ഏജൻസികൾ സഹായം അല്ലെങ്കിൽ ഒരു ഏജൻസിയും ഇല്ല, തേർഡ് പാർട്ടീസ് ഒന്നും തന്നെയില്ല. നിലവിൽ ഈ ഒരു കമ്പനിയിലേക്ക് എന്തൊക്കെ ജോലി ഒഴിവുകളാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത്. അതിനുശേഷം ബാക്കി ഡീറ്റെയിൽസിലേക്ക് കടക്കാം. നിങ്ങൾ തമ്മിലിൽ കണ്ടെത്തുമ്പോൾ തന്നെ 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇവിടെ അവസരമുണ്ട്, ഫ്രഷേഴ്സിന് അവസരമുണ്ട്, എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അവസരമുണ്ട്, സ്ത്രീകൾക്ക് അവസരമുണ്ട്, പുരുഷന്മാർക്ക് അവസരമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഈ ഒരു കമ്പനിയിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ എന്തൊക്കെയാണെന്നാണ്. അതിനുശേഷം ബാക്കി ഡീറ്റെയിൽസിലേക്ക് കടക്കാം. എമിറേറ്റ്സ് കാറ്ററിംഗ് എന്ന ഈ ഒരു കമ്പനിയിലേക്ക് വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി അക്കൗണ്ട് മാനേജർ എന്നൊരു പോസ്റ്റാണ്. അക്കൗണ്ട്സിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. 7 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. കൂടാതെ ബാച്ചിലർ ഡിഗ്രി ക്വാളിഫിക്കേഷനും ഉള്ളവരെയാണ് ഈ ഒരു പോസ്റ്റിലേക്കായിട്ട് പരിഗണിക്കുന്നത്. രണ്ടാമത്തെ വേക്കൻസി വന്നിട്ടുള്ളത് ടീം മെമ്പർ പോസ്റ്റാണ്. മിനിമം ഹൈസ്കൂൾ ക്വാളിഫിക്കേഷനുള്ള ഈ ഒരു മേഖലയിൽ 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് ടീം മെമ്പർ പോസ്റ്റിലേക്കായിട്ട് പരിഗണിക്കുന്നത്. ഓർക്കുക, CV ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് കാര്യമില്ല, ഇവിടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അടുത്ത വേക്കൻസി ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ എന്നൊരു പോസ്റ്റിലേക്കാണ്. ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റിയിലുള്ള മിനിമം 5 വർഷത്തെ സെയിം ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും ഈ ഒരു പോസ്റ്റിലേക്കായിട്ട് പരിഗണിക്കുന്നുണ്ട്. നാലാമത്തെ വേക്കൻസി അസോസിയേറ്റ് ഓപ്പറേഷൻ സൂപ്പർവൈസർ എന്നൊരു പോസ്റ്റിലേക്കാണ്. മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസും ഡിപ്ലോമയും ഉണ്ടായിരിക്കണം. അടുത്ത വേക്കൻസി അസിസ്റ്റന്റ് ഫുഡ് ആൻഡ് ബിവറേജ് സൂപ്പർവൈസർ എന്നൊരു പോസ്റ്റിലേക്കാണ്. ഡിപ്ലോമ അല്ലെങ്കിൽ ബാച്ചലർ ഡിഗ്രി ക്വാളിഫിക്കേഷനും ഈ ഒരു മേഖലയിൽ 4 വർഷത്തെ എക്സ്പീരിയൻസുമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ആറാമത്തെ വേക്കൻസി ഫുഡ് ആൻഡ് ബിവറേജ് സൂപ്പർവൈസർ എന്നൊരു പോസ്റ്റിലേക്കാണ്. മിനിമം 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ബാച്ചലർ ഡിഗ്രി ഹോട്ടൽ മാനേജ്മെന്റിൽ ക്വാളിഫിക്കേഷൻ ഉള്ളവരെയാണ് ഇവിടെ പരിഗണിക്കുന്നത്. അടുത്ത വേക്കൻസി ഫുഡ് ആൻഡ് ബിവറേജ് മാനേജർ എന്നൊരു പോസ്റ്റിലേക്കാണ്. മിനിമം 7 വർഷത്തെ എക്സ്പീരിയൻസും ബാച്ചലർ ഡിഗ്രി ക്വാളിഫിക്കേഷനും ഉണ്ടായിരിക്കണം. പ്രൊജക്ട് മാനേജർ എന്നൊരു പോസ്റ്റിലേക്കും ഇവിടെ വേക്കൻസി അവൈലബിൾ ആണ്. ബാച്ചലർ ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം. 7 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 9ാമത്തെ പോസ്റ്റ് വന്നിട്ടുള്ളത് ജൂനിയർ ടെക്നീഷ്യൻ എന്നൊരു പോസ്റ്റാണ്. ഡിപ്ലോമ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഉണ്ടായിരിക്കണം. 3 വർഷത്തെ മിനിമം എക്സ്പീരിയൻസും ഇവിടെ ആവശ്യമാണ്. സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് എന്നൊരു പോസ്റ്റിലേക്ക് ജോലി ഒഴിവുകൾ അവൈലബിൾ ആണ്. ബാച്ചലർ ഡിഗ്രി, അതായത് കമ്പ്യൂട്ടർ സയൻസിലോ മാത്സിലോ ബാച്ചലർ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. മിനിമം 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഈ ഒരു പോസ്റ്റ് പറയുമ്പോൾ എനിക്ക് പ്രത്യേകം എടുത്ത് പറയേണ്ടത്, പലരും എന്നോട് ചോദിക്കുന്ന ഒരു പോസ്റ്റാണ് ഇത്. സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി മേഖലയിൽ വേക്കൻസി ഉണ്ടെന്ന്. നമുക്ക് അങ്ങനെയുള്ള വേക്കൻസികൾ ഡയറക്റ്റ് ഇവിടെ വരുന്നത് വളരെ കുറവാണ്. നാട്ടിൽ ഇൻ്റർവ്യൂ നടക്കുന്നത് വളരെ കുറവാണ്. എന്നാൽ ഈ ഒരു കമ്പനിയിലേക്ക് ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എൻക്വയറി ചെയ്ത ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഈ ഒരു ജോലിക്കായിട്ട് അപ്ലൈ ചെയ്യാം. യാതൊരു ഫീയും ഉണ്ടാവില്ല. സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് എന്ന പോസ്റ്റിലേക്ക്. അടുത്ത വേക്കൻസി ലൈറ്റ് ഡ്യൂട്ടി ഡ്രൈവർ എന്നൊരു പോസ്റ്റിലേക്കാണ്. ഹൈസ്കൂൾ ക്വാളിഫിക്കേഷൻ ഉള്ളവരെയാണ് ഈ ലൈറ്റ് ഡ്യൂട്ടി ഡ്രൈവർ പോസ്റ്റിലേക്ക് പരിഗണിക്കുന്നത്. കൂടാതെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, അതും UAE ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ജോലിക്കായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. നാട്ടിലെ ലൈസൻസോ അല്ലെങ്കിൽ മറ്റു വിദേശ രാജ്യത്തെ ലൈസൻസോ വെച്ചിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. UAE ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമാണ്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് HR അനലിസ്റ്റ് എന്നൊരു പോസ്റ്റിലേക്കാണ്. 3 വർഷത്തെ എക്സ്പീരിയൻസും ബാച്ചലർ ഡിഗ്രി ക്വാളിഫിക്കേഷനും ഉണ്ടായിരിക്കണം. സീനിയർ ഫുഡ് ആൻഡ് ബിവറേജ് മാനേജർ എന്നൊരു പോസ്റ്റിലേക്കും വേക്കൻസി വന്നിട്ടുണ്ട്. ബാച്ചലർ ഡിഗ്രി പ്ലസ് 8 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് മിക്സോളജിസ്റ്റ് എന്നൊരു പോസ്റ്റിലേക്കാണ്. ഈ ഒരു പോസ്റ്റിലേക്കും ഹൈസ്കൂൾ ക്വാളിഫിക്കേഷൻ ഉള്ളവരെ പരിഗണിക്കുന്നുണ്ട്. അതുമാത്രമല്ല 4 വർഷത്തെ എക്സ്പീരിയൻസും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. മിക്സോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ബാറിലൊക്കെ ഉള്ള പരിപാടിയാണ്. ബാറിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ സ്റ്റാർ ഹോട്ടലൊക്കെ ഉണ്ടാവില്ല, അതിലൊക്കെ ബാറിൽ എക്സ്പീരിയൻസ് ഉള്ള, അല്ലെങ്കിൽ ബാറിനെ പറ്റി കൂടുതൽ പറയാൻ അറിയില്ല, അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ഈ ഒരു വളരെ വലിയ രീതിയിലുള്ള സ്റ്റാർ ഹോട്ടൽ അല്ലെങ്കിൽ അതുപോലെയുള്ള ബാറുകളിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിക്കോളൂ. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഇതിലേക്ക് അപ്ലൈ ചെയ്തോളൂ. കാരണം മിനിമം നിങ്ങൾക്ക് ഒരു മാസം 2000-ന് മുകളിൽ 2200, 2500 ആ റേഞ്ചിലൊക്കെ ആയിരിക്കും സാലറി ഉണ്ടാവുക. അതായത് 19,000 രൂപയ്ക്ക് മുകളിൽ സാലറി ഉണ്ടാവും. പിന്നെ എമിറേറ്റ്സ് കാറ്ററിംഗിലാണ് ഈ ഒരു ജോലി. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നിൽ ജോലി നേടാനുള്ള അവസരമാണ്. 4 വർഷത്തെ മിനിമം മിക്സോളജിസ്റ്റ് പോസ്റ്റിൽ എക്സ്പീരിയൻസ് ഉള്ള ഹൈസ്കൂൾ ക്വാളിഫിക്കേഷൻ ഉള്ള യുവതി യുവാക്കൾക്ക് ഇവിടെ ലഭിക്കാൻ പോകുന്നത്. ഈ കമ്പനിയിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി
എന്താണെന്ന് നോക്കുകയാണെങ്കിൽ അസിസ്റ്റന്റ് ഫുഡ് ബിവറേജ് മാനേജർ എന്നൊരു പോസ്റ്റിലേക്കാണ് ബാച്ചലർ ഡിഗ്രി ക്വാളിഫിക്കേഷൻ നിർബന്ധം, 6 വർഷത്തെ എക്സ്പീരിയൻസും നിർബന്ധം. അടുത്ത വേക്കൻസി സീനിയർ സോസ് ഷെഫ് എന്നൊരു പോസ്റ്റിലേക്കാണ്, 6 വർഷത്തെ എക്സ്പീരിയൻസും ഹോട്ടൽ മാനേജ്മെൻറ്റ് ഉള്ള ക്വാളിഫിക്കേഷനും ഉള്ള ആളായിരിക്കണം. അവസാനത്തെ വേക്കൻസി വന്നിട്ടുള്ളത് ബാരിസ്റ്റ എന്ന പോസ്റ്റിലേക്കാണ്. ഹോസ്പിറ്റാലിറ്റി ഡിപ്ലോമയോ അല്ലെങ്കിൽ സർട്ടിഫിക്കേഷനോ ഉണ്ടായിരിക്കണം. മിനിമം 5 വർഷത്തെ എക്സ്പീരിയൻസും ഇവിടെ കമ്പനി ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഏകദേശം 20ഓളം പോസ്റ്റുകളിലേക്കാണ് നിലവിൽ ഈ ഒരു ജോലി ഒഴിവുകൾ ഈ ഒരു കമ്പനിയിലേക്ക് എമിറേറ്റ്സ് കാറ്ററിംഗ് എന്ന കമ്പനിയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഹൈസ്കൂൾ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കുള്ള വേക്കൻസി അവൈലബിൾ ആണ്. അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവർ ഒട്ടും സമയം കളയാതെ ജോലിക്കായിട്ട് അപ്ലൈ ചെയ്തോളൂ. ഇവിടെ സാലറി കാര്യങ്ങളൊന്നും കമ്പനി അറിയിച്ചില്ല, അതെല്ലാം ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. ഇവിടെ ആദ്യം CV സെലക്ഷൻ ഉണ്ടായിരിക്കും, ശേഷം നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കാര്യങ്ങൾ ഉണ്ടാകും. അങ്ങനെയാണ് ഈ ഒരു ജോലിക്കായിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് അല്ലെങ്കിൽ സെലക്ഷൻ നടക്കുന്നത്. ഈ ഒരു കമ്പനിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പ്, ഒരു കമ്പനിയുടെ പേര് വെച്ച് തട്ടിപ്പ് നടത്തുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പേരാണ് എമിറേറ്റ്സ്, അതേപോലെ എമിറേറ്റ്സ് കാറ്ററിംഗ്. അതായത് ഈ ഒരു കമ്പനിയുടെ പേര് വെച്ചിട്ട് ഒരുപാട് പേരുടെ പൈസ പോയിട്ടുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട്. കാരണം ഈ ഒരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഡയറക്റ്റാണ് ജോലിക്കാരെ തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഈ ഒരു കമ്പനിയിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ഇതിന് നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എൻ്റെ അറിവിൽ എന്തായാലും ഇല്ല. അപ്പോൾ ഈ ഒരു കമ്പനി ഡയറക്റ്റാണ് ജോലിക്കാരെ തിരഞ്ഞെടുക്കുന്നത്. അതേപോലെ തന്നെ മാൻ പവർ വഴി, കാരണം ഇതുപോലെയുള്ള വലിയ കമ്പനികൾ ലാഗ് അടിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ഒന്ന് കേട്ടിരുന്നോളൂ, നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇതുപോലെയുള്ള വലിയ കമ്പനികളിൽ 2 രീതിയിലാണ് ജോലിക്കാരെ തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ 3 രീതിയിലാണ് ജോലിക്കാരെ തിരഞ്ഞെടുക്കുന്നത്. ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വലിയ കമ്പനി നാട്ടിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തിയിട്ട് നാട്ടിൽ നിന്നുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നത്, ഏജൻസിയൊക്കെ സഹായം ഉൾപ്പെടെ. പക്ഷേ വിസ കാര്യങ്ങളെല്ലാം ഈ ഒരു കമ്പനി ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ കമ്പനി ഡയറക്റ്റ്, അതായത് ഏജൻസി സഹായമില്ലാതെ ജോലിക്കാരെ തിരഞ്ഞെടുക്കുന്നു. വിസ കാര്യങ്ങളെല്ലാം ഈ ഒരു കമ്പനി ആയിരിക്കും ഭരിക്കുക. ആ ഒരു രീതിയിലുള്ള ജോലി ഒഴിവാണ് നിലവിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഏജൻസി സഹായം ഇല്ലാതെ ₹1 എക്സ്പെൻസ് ഇല്ലാതെ ജോലി നേടാൻ കഴിയും. മൂന്നാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കമ്പനി ജോലിക്കാരെ ആവശ്യമുള്ളപ്പോൾ, ഈ ഒരു കമ്പനി എന്നല്ല ഇതുപോലെയുള്ള വലിയ കമ്പനികൾ ജോലിക്കാരെ ആവശ്യമുള്ളപ്പോൾ ഇത് മാൻ പവർ പോലെയുള്ള കമ്പനികൾക്ക്, അവിടെയുള്ള മാൻ പവർ കമ്പനിക്ക് കൊടുക്കും. പക്ഷേ മാൻ പവർ കമ്പനി എന്ത് കാട്ടും, അവരുടെ വിസയിലായിരിക്കും ജോലിക്കാരെ കണ്ടെത്തിയിട്ട് ഈ ഒരു കമ്പനിയിലേക്ക് ജോലിക്കായിട്ട് വിടുക. അതായത് ഈ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു എന്ന് മാത്രം, ജോലിക്കാരെ വിസ, അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ആ ഒരു മാൻ പവർ കമ്പനിയായിരിക്കും നോക്കുന്നത്. ഇങ്ങനെ 3 രീതിയിലാണ് ഈ ഒരു കമ്പനിയിലേക്ക്, ഇതുപോലെയുള്ള വലിയ കമ്പനികളിലേക്ക് ജോലിക്കാരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കമ്പനികളുടെ പേര് വെച്ചിട്ട് പല ഫ്രോഡുകളും തന്തയില്ലായ്മത്തരം കാണിക്കാറുണ്ട്. അങ്ങനെ ആ ഫ്രോഡുകൾ തന്തയില്ലാത്തരം കാണിക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കമ്പനികളുടെ പേരുകളിൽ ഒന്നാണ് ഈ ഒരു എമിറേറ്റ്സ് കാറ്ററിംഗ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കമ്പനിയുടെ ഒഫീഷ്യൽ ജോബ് പോർട്ടൽ വഴി തന്നെ അപേക്ഷിക്കുക. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ജോലി ഒഴിവുകളെല്ലാം തന്നെ കമ്പനിയുടെ ഒഫീഷ്യൽ ജോബ് പോർട്ടലിൽ അപ്ഡേറ്റ് ആയിട്ടുള്ള വേക്കൻസികളാണ്, അതുവഴി തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ഇതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നോക്കുകയാണെങ്കിൽ അതൊരു കാര്യം കൂടെ പറയാം. സാലറി കാര്യങ്ങൾ ഇവിടെ കമ്പനി അറിയിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ വയസ്സിൻ്റെ കാര്യങ്ങളും കമ്പനി ഇവിടെ അറിയിച്ചിട്ടില്ല. അതെല്ലാം ഇൻ്റർവ്യൂ സമയത്ത് അല്ലെങ്കിൽ CV സെലക്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, CV കമ്പനിയിലേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ റിസൾട്ട് കിട്ടി നിങ്ങൾ സെലക്ഷൻ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കൺഫേം ആണ്. അതെല്ലാം കമ്പനിയുടെ ഭാഗത്തു നിന്നാണ് അറിയാൻ കഴിയുക. ഓക്കെ, കമ്പനി ഇവിടെ സൈറ്റിൽ ഒന്നും തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്ത കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവച്ചു. ഇനി ഈ ജോലിക്കായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പനിയുടെ ഒഫീഷ്യൽ ജോബ് പോർട്ടലിൽ പോകാൻ കഴിയും. പുറത്ത് നല്ല മഴയാണ്, ഡിസ്റ്റർബ് ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഡിസ്റ്റർബ് ആവുന്നുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോവാം. ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയുടെ ഒഫീഷ്യൽ ജോബ് പോർട്ടലിൽ പോകാൻ നിങ്ങൾക്ക് കഴിയും. ആ ഒരു ജോബ് പോർട്ടലിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള 20ഓളം വേക്കൻസികൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെ നിങ്ങൾക്ക് താല്പര്യമുള്ള, നിങ്ങൾക്ക് യോഗ്യതയുള്ള ജോലി ഒഴിവ് ഏതാണോ അതിന് മുകളിലായിട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ജോലിയെക്കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ കഴിയും. അതെല്ലാം വായിച്ചു നോക്കിയ ശേഷം താഴെ നിങ്ങൾക്ക് അപ്ലൈ നൗ എന്നൊരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് ജോലിക്കായിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയും. അവിടെ നിങ്ങളുടെ ഇമെയിൽ കാര്യങ്ങളെല്ലാം കൊടുത്ത ശേഷം അവിടെ നിങ്ങളുടെ ഇമെയിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇമെയിൽ കൊടുത്ത ശേഷം നിങ്ങൾക്കൊരു അപ്ലൈ ചെയ്യാനുള്ള ഒരു ഫോം കാണും. അവിടെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ ശേഷം താഴെ CV അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. അവിടെ നിങ്ങളുടെ ATS ഫ്രണ്ട്ലി CV അപ്ലോഡ് ചെയ്യുക. ATS ഫ്രണ്ട്ലി CV മാത്രം അപ്ലോഡ് ചെയ്യുക. ATS ഫ്രണ്ട്ലി CV നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് ATS ഫ്രണ്ട്ലി CV എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ മതി. നിലവിൽ ഈ ഒരു CV 350 രൂപക്കാണ്, 321 രൂപക്കാണ് ഓണം ഓഫറായിട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ആ ഒരു നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. ATS ഫ്രണ്ട്ലി CV എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ മാത്രം മതി. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, യോഗ്യതയുള്ളവരെങ്കിൽ ഈ ഒരു അവസരം നഷ്ടപ്പെടുത്തരുത്. ലോകത്തിലെ ഏറ്റവും മികച്ച കമ്പനികളിൽ ജോലി നേടാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പിന്നെ CV അയച്ചു കൊടുക്കുമ്പോൾ അതിനൊപ്പം കഴിയുമെങ്കിൽ ഒരു കവർ ലെറ്ററും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് ഒരു PDF ഫയലായിട്ട്, ഒരു സിംഗിൾ PDF ഫയലായിട്ട് വേണം നിങ്ങൾ ഇതിലേക്കായിട്ട് ജോലിക്കായിട്ട് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഈ ഒരു അവസരം നഷ്ടപ്പെടുത്തരുത്, ഉടൻ തന്നെ അപ്ലൈ ചെയ്തോളൂ.